കൊക്കോയുടെ വില 300 ഇരട്ടിയാണ്. കഴിഞ്ഞ വർഷം ഈ സമയത്ത് 250 രൂപ മാക്സിമം വിലയുണ്ടായിരുന്ന സാധനത്താണ് ഇന്നിപ്പോൾ 850 രൂപയിലധികം വില വന്നിരിക്കുന്നത്. ക്രയോള, ഫോറസ്റ്റ് ഹീറോ, ട്രിനിറ്റാരിയോ ഇങ്ങനെ 2-3 ഇനം കൊക്കോയാണ് ലോകത്തിലുള്ള. സത്യത്തിൽ സ്വർണ്ണത്തിനേക്കാൾ വില, 1 ഗ്രാം സ്വർണ്ണത്തിന് 5000 രൂപ ഉള്ളൂ. ഇപ്പോൾ ഒരു 10 കിലോ കൊക്കോ ഉണ്ടെങ്കിൽ 8000-9000 രൂപ വില ഇനി 1000-ലേക്ക് വരുന്നൊക്കെയാണ് പറയുന്നത്. ഇതാണ് റെഡ് ചോക്ലേറ്റ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന തായ്വാൻ ക്രയോള ഇനം കൊക്കോ. വിലവർധനവിൽ ലോക റെക്കോർഡ് ഇട്ടിരിക്കുകയാണ് കൊക്കോ. കൊക്കോ കൃഷി മേഖലയിൽ കേരളത്തിലെ ആദ്യത്തെ സഹകരണ സംഘം തുടങ്ങിയത് കോട്ടയം ജില്ലയിലെ മണിമലയിലാണ്. ചേട്ടാ, ഇതിന് രാവിലെ കൊക്കോക്കുരു വിറകാണ് ഇപ്പോഴത്തെ സ്ഥിരം പരിപാടി. ഇതാണ് കൊക്കോക്കുരു. നമുക്ക് ഇപ്പോൾ പവൻ്റെ വിലയുള്ള സാധനമാണ്. ഇത് പെറുക്കിയെടുക്കാനുള്ള പച്ചനെറ്റൊക്കെ ഇട്ടേക്കണം. അതെ, ഇത് പെറുക്കിയെടുക്കാനുള്ള അതില്ല. എന്നും രാവിലെ ഒരു 2 കിലോ 3 കിലോ കൊക്കോ എനിക്ക് ഏറ്റവും കുറഞ്ഞത് എനിക്ക് ഇതുപോലെ കിട്ടുന്നുണ്ട്. കൊക്കോക്ക് ഇപ്പോൾ എങ്ങനെയൊക്കെയാണ് വില? കൊക്കോയുടെ വില 300 ഇരട്ടിയാണ്. കഴിഞ്ഞ വർഷം ഈ സമയത്ത് 250 രൂപ മാക്സിമം വിലയുണ്ടായിരുന്ന സാധനത്താണ് ഇന്നിപ്പോൾ 850 രൂപയിലധികം വില വന്നിരിക്കുന്നത്. സത്യത്തിൽ സ്വർണ്ണത്തിനേക്കാൾ വില, 1 ഗ്രാം സ്വർണ്ണത്തിന് 5000 രൂപ ഉള്ളൂ. ഇപ്പോൾ ഒരു 10 കിലോ കൊക്കോ ഉണ്ടെങ്കിൽ 8000-9000 രൂപ വില ഇനി 1000-ലേക്ക് വരുന്നൊക്കെയാണ് പറയുന്നത്. ഇന്നിപ്പം കൊക്കോ ചോക്ലേറ്റിൻ്റെ അംശമില്ലാത്ത ഒരു സാധനം ഇന്ന് ബേക്കറികളിലൊന്നും ഇല്ല. അപ്പം പിള്ളേരൊട്ട് സമ്മതിക്കത്തുമില്ല. ഈ കൊറോണ കാലത്തൊക്കെ ഒരുപാട് കമ്പനികൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആ കമ്പനികൾക്കെല്ലാം പിടിച്ചു നിൽക്കണമെങ്കിൽ ഇനി ഇവിടെ ഏതാണ്ട് 70% പിന്നെ ഇറക്കുമതിയാണ്. ഇവിടെ എത്ര ഉണ്ടാക്കിയാലും തികയില്ലാത്ത പോലുള്ള ഒരവസ്ഥ നമുക്ക് നിലവിലുള്ള. അപ്പം പലരും നമ്മൾ പറയുന്നുണ്ട് അണ്ണാൻ്റെ എലിയുടെയൊക്കെ ശല്യം കാരണമാണ് കൊക്കോ കൃഷിയിലേക്ക് ആരും തിരിയാതിരിക്കുന്നത്. ഇപ്പോൾ ഈ അണ്ണാൻ്റെ പുറകെ നമ്മൾ പോകേണ്ട യാതൊരു കാര്യവുമില്ല. അതിനാണെന്ന് വെച്ചാൽ ഇവിടെ കൃഷി കൂടിയാൽ മതി. ഈ കൊക്കോയുടെ ചുവട്ടിലോട്ട് നോക്കി ഇവിടെ ഈ കുരു കിടക്കുന്നു. രാവിലെ അണ്ണാൻ തിന്നട്ടോ, അണ്ണാനെ നമ്മൾ ഓടിക്കുന്നുണ്ട്, തിന്നട്ടെ. പക്ഷേ ഒരു കുരു പോലും പോകാതെ നമുക്ക് നമ്മുടെ മൂല്യം നമ്മുടെ കയ്യിൽ കിട്ടും. ഇത് സ്വർണ്ണമാണ് ഈ കിടക്കുന്നത്. ചേട്ടാ, ഇത് പച്ചക്കുരുവായിട്ട് കൊടുക്കുകയാണെങ്കിൽ ഏകദേശം ഒരു കായ്ക്ക് 60-65 രൂപയോളം വില നിൽക്കും അല്ലേ? അതെ അതെ അതെ. 250 രൂപ എന്ന് പറഞ്ഞാൽ നമുക്ക് 4 കായ്ക്കല്ലേ 1 കിലോ കിട്ടുന്നത്. അപ്പം 60-65 രൂപ നമുക്ക് ഒരു കായ്ക്ക് കിട്ടും. എന്നാൽ ഉണങ്ങി കൊടുക്കുകയാണെങ്കിൽ അതിനൊരു 80 രൂപയെങ്കിലും വില നമുക്ക് ഒരു കായ്ക്ക് 80 രൂപയോളം വില കിട്ടും. മണിമല കൊക്കോ ഉൽപാദക സഹകരണ സംഘം CT40 എന്ന ഒരു ഇനം കൊക്കോ വികസിപ്പിച്ചിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ CT40 ഇനം കൊക്കോയുടെ ഉണക്കക്കുരുവാണ്. ഈ കൊക്കോയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇപ്പം നമ്മുടെ നാട്ടിലെ കൊക്കോ ആണെങ്കിൽ 100 കുരു എടുത്ത് തൂക്കിയാൽ 100 ഗ്രാം. ആ സ്ഥാനത്ത് ഇത് 60 കുരു മതി 100 ഗ്രാമിന്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഏതാണ്ട് 10 കായ ഉണ്ടെങ്കിൽ 1 കിലോ പരിപ്പ്. ഇതൊരു പരീക്ഷണശാലയാണ്. നിരവധി ഇനം കൊക്കോകളാണ് ഇവിടെ കൃഷി ചെയ്യുന്നത് അല്ലേ? അതെ 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 അതെ. ക്രയോള, ഫോറസ്റ്റ് ഹീറോ, ട്രിനിറ്റാരിയോ ഇങ്ങനെ 2-3 ഇനം കൊക്കോയാണ് ലോകത്തിലുള്ളത്. ഇതിൻ്റെ എല്ലാ ഹൈബ്രിഡ് ഇനങ്ങളും ഇവിടെ ഉണ്ട്. നമ്മുടെ CT40 എന്ന് പറയുന്നത് ട്രിനിറ്റാരിയോ വർഗത്തിൽപ്പെട്ടതാണ്. അതായത് ക്രയോളയുടേതും ഫോറസ്റ്റ് ഹീറോയും കൂടെ മിക്സാണ്. അതിൻ്റെ ഒരു വശം ചുമന്നിരിക്കും, ഒരു വശം പച്ചയായിരിക്കും. ഞങ്ങൾ CT40 എന്ന് പറഞ്ഞാൽ തന്നെ കൊക്കോ ട്രീ 40% എന്നാണ്. 1 കിലോയുള്ള ഒരു കൊക്കോയ്ക്കകത്ത് 400 ഗ്രാം പരിപ്പ് വരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് തൈവാനിൽ നിന്ന് കൊണ്ടുവന്നതാണ്. തൈവാനിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ കിളിപ്പിച്ച് നമ്മൾ തൈ എടുത്ത് ആദ്യത്തെ കായാണ് ഈ കിടക്കുന്നത്. കന്നി ഫലമാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് റെഡ് ചോക്ലേറ്റ് ഉണ്ടാക്കാനായിട്ടുണ്ടാകുന്ന സ്പെഷ്യൽ സാധനമാണ്. ഇത് തന്നെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ കൊക്കോയുടെ ഇരട്ടി വില കിട്ടുമെന്നാണ് പറഞ്ഞത്. കേരളത്തിൽ ഇത് ഇറങ്ങിയിട്ടില്ല ഈ സാധനം. ഇതിൻ്റെ തൊണ്ടുകെട്ട് തീരെ കുറവാണ്, നിറയെ പരിപ്പുമാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വിരിയുന്ന പൂ മുഴുവൻ കായാവും. അപ്പോൾ ചെടി നിറയെ കായാണ്. പിന്നെ ആ ചെടിയുടെ കപ്പാസിറ്റി അനുസരിച്ചുള്ളതിനെ അവൻ നിർത്തിയിട്ട് ബാക്കി കളയും. ഇപ്പം ഈ വേനൽക്കാലമായിട്ട് പോലും ഇപ്പോൾ ഇത്രയും ഇത് കഞ്ഞി കായ്ച്ചതാണ്. ഇപ്പോൾ ഈ സാധാരണ ആൾക്കാരൊരു കൊക്കോ നട്ടു, അതിനകത്ത് കായ്ഫലമില്ല, അതിനെന്തെങ്കിലും പ്രതിവിധി ഉണ്ടോ? അതിന് ഏറ്റവും നല്ല പ്രതിവിധി എന്ന് പറയുന്നത് അതിൻ്റെ ചോട്ടിൽ നിൽക്കുന്ന ഒരു കിളിപ്പിനെ നമ്മൾ ബഡ് ചെയ്യുക. ഇത് ആ രീതിയിലുള്ളൊരു ഈ രീതി നമ്മൾ ചെയ്തിരിക്കുന്ന ഈ കായുണ്ടോ, ചെറിയ കായായത്. അതേസമയം നമ്മൾ ബഡ് ചെയ്തിരിക്കുന്ന ഇത് 6 മാസമേ ഉള്ളൂ. ഇതാണ് വലിയ കാ കിടക്കുന്നുണ്ടോ. അപ്പം നമുക്കിത് ഗ്രാജുവലി നമുക്ക് ഇവനെ വലുതാക്കിക്കൊണ്ട് മറ്റേ ഇവനെ ഒഴിവാക്കാം. കൊക്കോ കർഷകരുടെ ഒരു കൂട്ടായ്മയാണ് മണിമല കൊക്കോ ഉൽപാദക സഹകരണ സംഘം. 1,00,000-ലധികം തൈകളാണ് ഇവിടെ വിൽപ്പനയ്ക്കായിട്ട് തയ്യാറായിരിക്കുന്നത് അല്ലേ? അതെ 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 അതെ. ഞങ്ങളെ കൊക്കോ ഉൽപാദക സംഘം വിത്തുകൾ മുതൽ ചോക്ലേറ്റ് വരെയുള്ള
കൊക്കോയുടെ വിവിധ ഘട്ടങ്ങളിലുള്ള എല്ലാ പരീക്ഷണങ്ങളും പരിപാടികളും ഇവിടെ ആവിഷ്കരിച്ചിട്ടുണ്ട്. കേരളത്തിലെ സർക്കാരിൻ്റെ, അതായത് കൃഷി വകുപ്പിൻ്റെ അംഗീകാരമുള്ള കേരളത്തിലെ ഏക നഴ്സറിയാണ് മണിമല കൊക്കോ ഉൽപ്പാദക സംഘം. ഈ തൈകൾ ഏതൊക്കെയാണ് ഇവിടുന്ന് സെയിൽ ചെയ്യുന്നത്? CT40 തന്നെയാണോ? CT40 ഉണ്ട്, അതുകൂടാതെ ഇപ്പം ബഡ് തൈകളുണ്ട്, പിന്നെ തൈവാനിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്ന തൈ ഇവിടെ പരീക്ഷിച്ച് ഇവിടെ കായ്പ്പിച്ച് അതിൻ്റെ വിത്തുകളും നമ്മൾ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വ്യാപകമായിട്ടല്ലെങ്കിലും വരും വർഷങ്ങളിൽ നമ്മൾ നല്ലൊരു പക്ഷെ അങ്ങനെയുള്ള ഒരു പരീക്ഷണങ്ങളെല്ലാം നടത്തി ചോക്ലേറ്റ് വരെ നമ്മളിപ്പോൾ മാർക്കറ്റിലിറക്കി. മണിമല ചോക്ലേറ്റ് എന്നുള്ള, അതായത് ബെൽ മൗണ്ട് എന്നാണ് ഞങ്ങൾ നാമകരണം ചെയ്തിരിക്കുന്നത്. ഞങ്ങളുടെ ചോക്ലേറ്റിൻ്റെ പേര് ബെൽ മൗണ്ട്. ബെൽ മൗണ്ട് എന്ന് പറഞ്ഞാൽ മണിമല. ഇതിപ്പോൾ ചോക്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള അരച്ചുകൊണ്ടിരിക്കുകയാണിത്. ഇപ്പോൾ നമ്മുടെ ഇവിടെ നിന്ന് തന്നെ കർഷകരുടെ നിന്ന് സംഭരിച്ച ബീൻസ് നമ്മളത് ഡ്രൈ ചെയ്ത് കൊക്കോയിൽ നിന്ന് അതിൻ്റെ നിബ്ബാക്കിയതിന് ശേഷം ഇതിനകത്തിട്ട് പല ഘട്ടങ്ങളിലായി ഇതിനകത്ത് കൊക്കോ ബട്ടറും മിൽക്ക് പൗഡറും ആഡ് ചെയ്ത് ആണ് ഇത് ചോക്ലേറ്റ് ഉണ്ടാക്കുന്നത്. നമ്മളിവിടെ ഉൽപ്പാദിപ്പിക്കുന്ന ഈ ചോക്ലേറ്റ് നമ്മുടെ വെൽമൗണ്ട് എന്ന് പറഞ്ഞ ബ്രാൻഡിൽ ആണ് നമ്മളിപ്പോൾ വിപണിയിൽ എത്തിച്ചിരിക്കുന്നത്. മണിമലയിലെയും പരിസര പ്രദേശങ്ങളിലെയും റബ്ബർ കർഷകർ നട്ട് 2 വർഷം മുതൽ വിളവെടുക്കാൻ സാധിക്കുന്ന കൊക്കോ റബ്ബറിന് ഇടവിളയാക്കി കഴിഞ്ഞു. അത്തരത്തിൽ ചില തോട്ടങ്ങൾ കൂടി നമുക്ക് കാണാം. റബ്ബറിനിടയിൽ കൊക്കോ കൃഷി ചെയ്ത കോട്ടയം പാതുവ ജോസഫ് ഏട്ടൻ്റെ അടുത്താണ്. എങ്ങനെയുണ്ട് കൃഷിയൊക്കെ, കൊക്കോ കൃഷി? കൃഷി കുഴപ്പമൊന്നുമില്ല, പിന്നെ പരിചരണം ആവശ്യമാണ്, അതേ ഉള്ളൂ. ഇത് 2.5 ഏക്കറാണ്. ഇത് അവിടെ എനിക്ക് 2.5 ഏക്കറാണ് തോട്ടമുള്ളത്. അത് തോട്ടിടിയാ. അപ്പോൾ 2 പ്ലോട്ടിലും കൂടെ എത്ര മരം വെച്ചിരിക്കുന്നത്? 2 പ്ലോട്ടും 1000 മരം വെച്ചതാണ്. ഇപ്പം ഒരു 1000-900 അടുത്ത് കാണുമായിരിക്കും. ഇപ്പം പ്രൂണിങ് വളരെ അത്യാവശ്യമായ കാര്യമാണ്. കണ്ടമാനം ഇല അടച്ചു കെട്ടി നിൽക്കരുത്. ഈ ഡിസംബറിൽ മഞ്ഞുകാലത്ത് ഈ ഫംഗസ് ഇവിടെ കൊക്കോയുടെ കൂമ്പുകളിൽ പിടിച്ചിട്ട് അത് തടിയെ കയറി തടി നശിച്ച് നഷ്ടപ്പെട്ടു പോകും. ഇതിന് ഈ സൾഫർ അടിക്കുക എന്നുള്ള ഒറ്റ മരുന്നേ ഉള്ളൂ. നമുക്കൊരു എങ്ങനെയാണ് ഇതിൻ്റെ ഒരു സ്പേസിംഗ് ഒക്കെ എങ്ങനെയാണ് കൊടുത്തത് നമ്മൾ? ഇതിപ്പോൾ ഉണ്ട് 20 അടി 10 മറ്റോ കണ്ടോ പറഞ്ഞത് 20 10 വെച്ചിരിക്കുന്നത്. അപ്പോൾ 20 അടി കൂടി നമ്മൾ പിന്നെ 4 മരത്തിൻ്റെ ഇടയിൽ ഒരു 4 മരത്തിൻ്റെ ഒരു കൊക്കോ അങ്ങനെയാണ് വെച്ചത്. ഈ കഴിഞ്ഞ വിളവെടുപ്പിലൊക്കെ എത്ര രൂപ കിട്ടിയിട്ടുണ്ട് കൊക്കോയ്ക്ക്? കഴിഞ്ഞ 23 എനിക്ക് 1,54,000 രൂപയുടെ കൊക്കോ വിറ്റിട്ടുണ്ട് കഴിഞ്ഞ. പിന്നെ അത് കഴിഞ്ഞ് ഈ വർഷം ഞാൻ 1 ലക്ഷം രൂപയുടെ അടുത്ത് വിറ്റിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കൊക്കോയൊക്കെ വിളവെടുത്ത് ചുവട്ടിലിട്ടിരിക്കുക. അത് പറിക്കണം, ഇനി നാളെ കൂടെ പറിച്ച് നാളെ വെട്ടും. പള്ളത്തിൽ ഇങ്ങനെ ഇട്ടിരിക്കുക. CT40 എങ്ങനെയുണ്ട് അതിൻ്റെ? നല്ല വിളവാണ്, കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ ഈ വേനൽക്കാല പരിചരണം എന്തൊക്കെയാണ് സാധാരണ? വേനൽക്കാല പരിചരണത്തിലുണ്ടാകുന്ന ഒരു രോഗം വെള്ളീച്ചയുടെ ആക്രമണം. ഈ വെള്ളീച്ച വന്ന അത് വേഗം ഇത് പടരും. ഇതിന് ടാറ്റാമിട അതുപോലെ വേറൊരു മരുന്നുണ്ട്, അത് ഉപ്പിട്ടിക്കരുതെന്ന്, അതാണ് ഞങ്ങളിപ്പോൾ ഉപയോഗിക്കുന്നത്. ഒരാഴ്ചയിൽ എത്ര ജലസേചനം കൊടുക്കണം? ഒരാഴ്ചയിൽ ഞങ്ങളെ 1.5 ടൺ ഒഴിക്കായിരുന്നു. ഈ വലിയ ചൂടല്ലായിരുന്നു, അതുകൊണ്ടാണ് ഈ കൊക്കോ ഇങ്ങനെയൊക്കെ. അല്ല, ഇതെല്ലാം ഉണങ്ങിപ്പോയിനാണ്. ഇതിൻ്റെ വളപ്രയോഗം എങ്ങനെയാണ് സാധാരണ? ഇതിന് വളപ്രയോഗം ഞാൻ ജൈവവളമായിട്ട് കോഴിവളമാണ് ഇടുന്നത്. ഒരു പ്രാവശ്യം വർഷത്തിന് ഒരു തവണ ഇടുള്ളൂ. ഏത് സമയത്താണ്? അത് നല്ല മഴക്കാലത്താണ് ചെയ്യേണ്ടത്. കോഴിവളം ഇടേണ്ടത്, കോഴിവളം ചൂടല്ലേ. പിന്നെ രാസവളം ഒരു പിന്നെ ഒരു 3/4 കിലോ വെച്ച്, അതായത് ഒരു 375-400 ഗ്രാം ഒരു പ്രാവശ്യം ഈ മഴക്കാലത്തിന് മുമ്പും. പിന്നെ ഒരു സെപ്റ്റംബർ ഡിസംബർ മാസത്തിൽ ഒരു 400 ഗ്രാം കൂടെ ഇടും. കൊക്കോയുടെ ഇപ്പോഴത്തെ വിലവർദ്ധനവിന് കാരണം കൊറോണ കാലത്ത് സജീവമായ ചോക്ലേറ്റ് കമ്പനികൾ ആവശ്യം വർദ്ധിപ്പിച്ചതുകൊണ്ടാണ്. 2 കൊക്കോയുടെ കയറ്റുമതി രാജ്യങ്ങളായ ആഫ്രിക്കയിലെ ഘാന, ഐവറി കോസ്റ്റ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള കയറ്റുമതിയിൽ ഏകദേശം 39% കുറവാണ് അനുഭവപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിലെ ഈ ഒരു ഷോർട്ടേജും കൊക്കോയുടെ വിലവർദ്ധനവിന് കാരണമാണ്.